വാഹന അപകടത്തെ തുടർന്ന് വർഷങ്ങളായി അരയ്ക്ക് കീഴോട്ട് തളർന്ന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പരസഹായത്തോടു കൂടി ജീവിക്കുന്ന കറുകുറ്റി സ്വദേശിയായ ശ്രീ രവി എന്ന സഹോദരൻ ഏതാനും വർഷങ്ങളായി കറുകുറ്റി സേവാഭാരതി ആവശ്യ മരുന്നുകളും പാലിയേറ്റീവ് കെയറും ഇദ്ദേഹത്തിന് നൽകി വരുന്നു. കൂടാതെ ശ്രീ രവിയുടെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ രാമചന്ദ്രൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഡയാലിസിസ് പേഷ്യൻ്റാണ്. ആഴ്ചയിൽ 4 ഡയാലിസിസ് ഇദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ രാമചന്ദ്രനും സുമനസ്സുകളുടെ സഹായം തേടുന്നു. കറുകുറ്റി കേശവപുരത്ത് കുമ്പളത്ത് വീട്ടിൽ KO അയ്യപ്പൻ്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക്കൽ വീൽചെയർ എന്നിവർ ശ്രീ അയ്യപ്പനെ പോലെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും നൽകണമെന്ന ആശയത്തോടു കൂടി മുന്നോട്ട് വരികയായിരുന്നു. 17/11/2024 ഞായറാഴ്ച രാവിലെ ഓഞ്ഞാടം ഭഗവതി ക്ഷേത്രത്തിൻ്റെ സമീപം ശ്രീ രവിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് കറുകുറ്റി സേവാഭാരതി പ്രസിഡന്റ് ശ്രീ C. ദിനേശ് കുമാർ ശ്രീ രവിക്ക് വീൽചെയർ നൽകുകയുണ്ടായി. ഈ ധന്യമുഹൂർത്തത്തിന് ശ്രീ അയ്യപ്പൻ്റെ മകളായ ശ്രീമതി സുനിതയും മരുമകൻ ശ്രീ വിൽസണും സാക്ഷ്യം വഹിച്ചു. കറുകുറ്റി കേശവപുരത്ത് കുമ്പളത്ത് വീട്ടിൽ KO അയ്യപ്പൻ്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക്കൽ വീൽചെയർ ശ്രീ അയ്യപ്പനെ പോലെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും നൽകണമെന്ന ആശയത്തോടു കൂടി മുന്നോട്ട് വരികയായിരുന്നു. കറുകുറ്റി സേവാഭാരതി പ്രസിഡന്റ് ശ്രീ CV ദിനേശ് കുമാർ സേവാ സന്ദേശം നൽകിയ ചടങ്ങിൽ രക്ഷാധികാരി ശ്രീ കൃഷ്ണൻ നമ്പൂതിരി, കറുകുറ്റി സേവാഭാരതി സെക്രട്ടറി ശ്രീ CR നന്ദകുമാർ, ട്രഷറർ ശ്രീ രാമകൃഷ്ണൻ PD രാജേഷ്, ശ്രീ മിഥുൻ P സുന്ദർ, ശ്രീ പ്രകാശ് T, ശ്രീ ബോബി, ശ്രീ അനിൽ, ശ്രീ ഷിബു CV എന്നിവർ സന്നിഹിതരായിരുന്നു. ജോയിന്റ് സെക്രട്ടറി രാജേഷ് ചടങ്ങിൽ സന്നിഹിതരായവർക്ക് നന്ദി രേഖപ്പെടുത്തി. മാനവരാശിക്ക് ഉത്തമ മാതൃകയാകും വിധം പരസഹായം കൂടാതെ പുറംലോകം കാണാൻ കഴിയാതെ സാഹചര്യങ്ങൾ കൊണ്ട് 4 ചുവരുകൾക്കുള്ളിൽ പെട്ടുപോയ ശ്രീ രവിക്ക് പരസഹായം കൂടാതെ പുറംലോകം കാണാനുള്ള ഒരവസരമാണ് ഈ പ്രവർത്തനത്തിലൂടെ കൈവന്നിരിക്കുന്നത്.